ക്ലച്ചിൽ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, പതിയെ ശകലം താഴോട്ട് ക്ലച്ച് താഴ്ത്തി കൊടുത്ത്. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുക്കുമ്പോഴൊക്കെ ക്ലച്ച് അയക്കുമ്പോൾ വാഹനം ഓഫായി പോകുന്ന പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ ക്ലച്ച് അയക്കുന്നത് അങ്ങ് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലച്ചിനെ ഒന്ന് പ്രാക്ടീസ് എടുക്കാനായിട്ട് ഞാൻ ഒരുപാട് തുടക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡ്രൈവിംഗ് ട്രിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഈ ട്രിക്ക് അനുസരിച്ച് ഇതൊന്ന് പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് അയക്കുമ്പോൾ വണ്ടി ഒരിക്കലും ഓഫ് ആകില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ സംശയങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഡ്രൈവിംഗ് പഠിക്കുന്നവര് ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ലച്ചിനെ ഒന്ന് പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ച് അയക്കുമ്പോൾ വണ്ടി ഒരു കാരണവശാലും നിങ്ങൾക്ക് ഓഫ് ആകത്തില്ല. ഇതൊരു പ്രാക്ടീസാണ്. കാല് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചൊന്ന് ബാലൻസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ക്ലച്ചിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ ക്ലച്ച് എത്ര അയക്കുമ്പോൾ വണ്ടി നീങ്ങും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതുപോലെ നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ നിങ്ങളുടെ വാഹനം നിങ്ങൾ ഇതുപോലെ കൊണ്ടുപോയി നിർത്തുക. ഇപ്പം നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് എൻ്റെ വാഹനം നിൽക്കുന്നത്. സേഫായിട്ടുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു. ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്ത് ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ചേർത്ത് ഇടുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ വാഹനം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഫസ്റ്റ് ഗിയർ തെറ്റാൻ പാടില്ല. ചിലർക്ക് ഈ തേർഡ് ഗിയർ തൊട്ടടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് കൊടുക്കുന്നത് ചിലപ്പോൾ തേർഡായി പോകും. അപ്പോൾ തേർഡ് കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വണ്ടി ഓഫായി പോകും. അതുകൊണ്ട് തന്നെ തെറ്റാൻ പാടില്ല. അതിനെ ന്യൂട്രാക്കിയിട്ട് ഗിയർ ലിവർ ന്യൂട്രാക്കിയിട്ട് ലെഫ്റ്റിലേക്ക് തൊടും. പരമാവധി ചേർത്തിട്ട് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് കഴിയും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ജസ്റ്റ് ബ്രേക്കിന്റെ മുകളിൽ കാല് വെക്കുക. ചവിട്ടി താക്കാനേ പാടില്ല, ജസ്റ്റ് മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ഈ ഇടത്തേക്കാല് കണ്ടോ, ഈ ഇടത്തേക്കാല് ക്ലച്ചെ ചവിട്ടിയേക്കുന്ന ഇടത്തേക്കാല് ജസ്റ്റ് ഫ്രീ ആക്കണം. അതായത് കാലിൻ്റെ അടിഭാഗം ഫ്രീ ആക്കണം. അടിഭാഗം ഫ്രീ ആക്കിക്കൊണ്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് വണ്ടിയെ ക്ലച്ചയിൽ അനക്കാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നില്ല, ചുമ്മാ വെറുതെ വെച്ചേക്കുന്നതേ ഉള്ളൂ. ദേ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് ഇങ്ങോട്ട് അയക്കുകയാണ്. ദേ ഇപ്പോൾ വണ്ടി പതിയെ എത്രത്തോളം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാലയക്കാമോ അത്രത്തോളം ശ്രദ്ധിച്ച് അയക്കുക. അപ്പം നിങ്ങൾക്ക് ആ വണ്ടി മൂവ് ആകുന്ന ഒരു കറക്റ്റ് ബൈറ്റിങ് മനസ്സിലാകും. ദേ ഇപ്പോൾ വണ്ടി മൂവ് ആകുന്ന ആ പോയിന്റ് വന്നു, വണ്ടി മൂവ് ആകുവാണ്. ഇപ്പോൾ അനങ്ങുമ്പോൾ ഞാൻ പതിയെ ക്ലച്ച് താഴോട്ടൊന്ന് താഴ്ത്തി, പതിയെ ഒരു പൊടിക്ക് താഴോട്ട് അങ്ങ് താഴ്ത്തിയിട്ട് ബ്രേക്കിലേക്ക് കൂടെ വെച്ചു. ഇപ്പം എൻ്റെ വാഹനം ഇത് കണ്ടോ, ഒരു ശകലം അങ്ങോട്ട് താഴ്ത്തി പിടിച്ചു ക്ലച്ച്. അപ്പം നമ്മുടെ വാഹനത്തിന് റണ്ണിങ് നിന്നു. ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടില്ലേ, റണ്ണിങ് നിന്നു. ഇനി വീണ്ടും നിങ്ങൾ നോക്കുക, ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു, ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ ഹാഫ് ക്ലച്ച് പോയിന്റിലേക്ക് ഞാൻ ഇത് വീണ്ടും വന്നപ്പോൾ ഇതുകൊണ്ട് എൻ്റെ വണ്ടി അനങ്ങുവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി വണ്ടിയുടെ റണ്ണിങ് നിർത്തി. കണ്ടോ, ഇപ്പോൾ വണ്ടിയുടെ റണ്ണിങ് നിന്നത് കണ്ടോ. ഓക്കെ, ഇനി വീണ്ടും നിങ്ങൾ നോക്കുക, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് ഞാൻ അതായത് ഏകദേശം ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിനോട് അടുത്താണ് ഇപ്പം എൻ്റെ കാല് നിൽക്കുന്നത്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് ഒരു ശകലം അയച്ചപ്പോൾ ഇതുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ വീണ്ടും ക്ലച്ച് പതിയെ ഒന്ന് താഴോട്ട് താഴ്ത്തി ഇതേ വണ്ടിയെ നിർത്തി. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലച്ചിൽ നീങ്ങുന്നതും ക്ലച്ച് തന്നെ താഴോട്ട് പതിയെ താഴ്ത്തി വാഹനം ഓഫ് ആകാതെ നിർത്താനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ, അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ ഇത് ഇങ്ങോട്ട് അയച്ചു, വണ്ടി ഇങ്ങോട്ടൊന്ന് നീങ്ങി ക്ലച്ചിൽ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, പതിയെ ശകലം താഴോട്ട് ക്ലച്ച് താഴ്ത്തി കൊടുത്ത് വണ്ടിയുടെ റണ്ണിങ് നിന്നു. കണ്ടോ, അപ്പം ഇത് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ എന്ത് ചെയ്യണം, ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് എടുക്കണം. ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ക്ലച്ച് റിലീസ് ചെയ്ത് തന്നെ വാഹനത്തെ നീക്കിയിട്ട് ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി ഞാൻ ഇതേ വണ്ടിയെ ഇവിടെ നിർത്തി. നമ്മൾ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കുന്നത്
ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്നിട്ട് ഇതുപോലെ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ചാണ് വണ്ടി എടുത്ത് നമ്മൾ ശീലിക്കേണ്ടത്. പക്ഷെങ്കിൽ അതിന് മുന്നേ ഈ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മൂവിങ് പോയിന്റ് ഏതാണെന്നും ക്ലച്ച് താഴോട്ട് താഴ്ക്കുമ്പോൾ വാഹനം ഓഫ് ആകാതെ നമുക്ക് ക്ലച്ചിനെ നിർത്താനായിട്ട് കഴിയുന്ന ആ പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഫുൾ ക്ലച്ച് നമ്മൾ താഴോട്ട് താഴ്ത്തുമല്ല ചെയ്യുന്നത്, ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിനോട് അടുത്ത്. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഈ കയറ്റത്ത് ഞാൻ ഇതുണ്ടോ ഇങ്ങനെ എൻ്റെ വാഹനം ഇതുണ്ട് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഹാഫ് ക്ലച്ചിൽ തന്നെ എൻ്റെ വണ്ടിയെ ഞാൻ ഇവിടെ നിർത്തി. നിങ്ങൾ നോക്കിക്കേ, ഇനി ഞാൻ ഇത് കയറ്റമാണ്. ഇപ്പം ഞാൻ ഇവിടെ ക്ലച്ച് ചവിട്ടി കൊടുത്താൽ എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകും. അതായത് ഇപ്പോൾ ഹാഫ് ക്ലച്ചിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കി കണ്ടോ. അപ്പോൾ ഞാൻ ക്ലച്ച് ചെയ്യുന്ന ഇതുണ്ടോ പതിയെ കാല് ഇങ്ങോട്ട് റിലീസ് ചെയ്ത് വരുവാണ്. ബ്രേക്ക് ചവിട്ടാതെ തന്നെ ഇതുണ്ടോ ക്ലച്ചിലെ വണ്ടി ഇങ്ങോട്ട് അയച്ചു വന്നപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്ന രീതിയിലേക്ക് ഞാൻ ക്ലച്ച് ബാലൻസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ക്ലച്ചിനെ മനസ്സിലാക്കണം. ക്ലച്ചിൻ്റെ അളവ് പിടികിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് കയറ്റത്തും വണ്ടി എടുക്കാൻ കഴിയും. ഇപ്പോൾ ഇതുകൊണ്ട് വണ്ടി ഹാഫ് ക്ലച്ചിലാണ് കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഞാൻ ബ്രേക്കും വെച്ചിട്ടില്ല, ആക്സിലറേഷനും കൊടുത്തിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഇതുകൊണ്ട് മൂവ് ആകും. പക്ഷേ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഈ ക്ലച്ചെ തന്നെ നീങ്ങത്തില്ല. ഇനി വീണ്ടും ഞാൻ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തി, അപ്പോൾ വണ്ടി ബാക്കിലേക്ക് പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പൊടിക്കും കൂടെ ക്ലച്ച് ഇങ്ങോട്ട് റിലീസ് ചെയ്തു, ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ ക്ലച്ചിനെ ബാലൻസ് ചെയ്യുക, ചെറിയ കയറ്റങ്ങളിലും മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തെ കയറ്റത്തെടുക്കാനായിട്ട് കഴിയും. ഇതിപ്പോൾ ചെറിയ കയറ്റത്തെ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ബാലൻസിങ് പ്രയോജനം ചെയ്യത്തുള്ളൂ. വലിയ കുത്തനെയുള്ള കയറ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിത് പ്രയോജനം ഈ രീതി നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല. അതായത് ക്ലച്ചെ മാത്രം നീങ്ങത്തില്ല, അവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് ആക്സിലറേഷൻ കൊടുക്കേണ്ടി വരും. പക്ഷേങ്കിൽ ഈ ക്ലച്ചിൻ്റെ ബാലൻസിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഈ ചെറിയ കയറ്റത്ത് ആക്സിലറേഷൻ കുറച്ചു, ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തുവാണ്. വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ക്ലച്ച് പതിയെ ഞാൻ താഴോട്ട് താഴ്ത്തിയിട്ട് ഇതുണ്ടോ വണ്ടിയെ ക്ലച്ചെ തന്നെ നിർത്തി. ഇതേ വണ്ടി ബാക്കിലേക്ക് ഉരുളുന്നുണ്ട്. അപ്പം ഞാൻ പതിയെ ക്ലച്ചെ ഇങ്ങോട്ട് കാല് റിലീസ് ചെയ്ത് വണ്ടി മൂവ് ആകുന്നതുണ്ടോ പോയിന്റ്, ഒരു നൂൽ പോയിന്റ് ഇതുണ്ടോ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നുണ്ടോ. ഇങ്ങനെ ഈ പോയിന്റ് നിങ്ങൾ ബാലൻസ് ആക്കി പഠിക്കണം. ഇതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ക്ലച്ചെ മാത്രം വണ്ടി നീക്കി പഠിക്കണമെന്നല്ല. അതായത് അങ്ങനെ വണ്ടി എടുത്ത് പഠിക്കണമെന്നല്ല. നമ്മൾ വണ്ടി എടുക്കുന്നത് എപ്പോഴും ക്ലച്ചിനോടൊപ്പം ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് തന്നെ ആയിരിക്കണം വണ്ടി എടുത്ത് പഠിക്കേണ്ടത്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ക്ലച്ചിനെ മനസ്സിലാക്കാൻ, അതായത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഏത് പോയിന്റിലാണ് വണ്ടി മൂവ് ആകുന്നതും ഏത് പോയിന്റിലേക്ക് നമ്മൾ വീണ്ടും ക്ലച്ച് താഴോട്ട് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് കഴിയുമെന്നുള്ളതും നിങ്ങൾ ഈ പോയിന്റ് വെച്ച് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു ചെറിയ സ്ലോപ്പൊക്കെ വന്നാൽ പോലും നിങ്ങൾ ഈസി ആയിട്ട് എടുക്കും. ഇതുകൊണ്ട് ഇപ്പം എൻ്റെ കാല് ബ്രേക്കിൽ വെച്ചേക്കുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നു. ഇതുകൊണ്ടോ ബ്രേക്കിൽ നിന്ന് പതിയെ അയച്ച് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ആ പോയിന്റ് എനിക്ക് മനസ്സിലായി. ദേ കണ്ടോ ആ പോയിന്റ് നിൽക്കുന്നുണ്ടോ, വണ്ടി നിൽക്കുന്നുണ്ട്. ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഇനി ക്ലച്ച് ചവിട്ടി കൊടുത്താൽ എന്ത് ചെയ്യും, പുറകോട്ട് പോകും. ഇനി ഞാൻ ബ്രേക്ക് ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ച് എന്ന് പതിയെ അയച്ചു കഴിഞ്ഞാലോ, ഇതേ ഹാഫ് ക്ലച്ച് ഞാൻ ഏകദേശം കണ്ടുപിടിച്ചു. എന്നിട്ട് ബ്രേക്ക് എന്ന് എടുത്തപ്പോൾ വണ്ടി നിൽക്കുന്നുണ്ടോ, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിലൊന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്ലച്ചിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഒരിക്കലും വണ്ടി ഓഫായി പോകുന്ന സാഹചര്യം വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ക്ലച്ചിനെ മനസ്സിലാക്കി പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എഴുതിയിടുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.